സാഹചര്യത്തിൽ കുട്ടി സ്കൂളിൽ നിന്ന് അനുഭവിച്ചത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുക? നമ്മൾ ഈ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം, അതായത് മിഹിറിൻ്റെ പേരിൽ ഒരു ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന് പറഞ്ഞിട്ടൊരു ഫോറം ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു. അപ്പോൾ അത് 2 ഡേയ്സിൽ ഡിലീറ്റ് ആവുകയും ചെയ്തു. അപ്പം ആ ഫോറത്തിലുള്ള ആ പേജിലുള്ള കുറച്ച് ചാറ്റ്സ് നമുക്ക് കിട്ടി. അത് ചാറ്റ്സിൻ്റെ സ്ക്രീൻഷോട്ട്സ് നമുക്ക് കിട്ടി. അതായത് മിഹിറിനെ ഫോഴ്സ്ഫുള്ളി ടോയ്ലറ്റിൽ കൊണ്ടുപോയിട്ട് ആ ടോയ്ലറ്റിൽ ക്ലോസറ്റിൽ ലിക്ക് ആ ക്ലോസറ്റിൻ്റെ ഉള്ളിൽ തലയിടിപ്പിച്ചിട്ട് ഫ്ലഷ് ചെയ്യാനും ഫിസിക്കലി അസോൾട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ഇൻഫർമേഷൻ ആയിരുന്നു ഈ ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഇത് മിഹിറിൻ്റെ ക്ലോസ് ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസിഡൻറ്റിന് ശേഷമാണ് ഇതൊക്കെ നമ്മൾ അറിയുന്നത്. അപ്പം ഇവർ ഷെയർ ചെയ്യുമ്പോൾ ക്ലോസ് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തപ്പം അതത് ഫാമിലി അറിയില്ല എന്നുള്ളതും അവന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഇൻസിഡൻസ് അറിയില്ല എന്നും അവന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഈ സീനിയർ വിദ്യാർത്ഥികളാണോ ആരാണ് ഇങ്ങനെ ചെയ്തത്? അത് സ്കൂളാണ് നമുക്കത് പറയേണ്ടത്. ആരാണിത് ചെയ്തത്, ഏത് ക്ലാസ്സിലുള്ള കുട്ടികളാണെന്ന് സ്കൂളാണെന്ന് നമുക്ക് റിപ്പോർട്ട് തരേണ്ടത്. കാരണം സ്കൂളിൽ നടന്നൊരു ഇൻസിഡൻ്റാണ്. ഇതിൻ്റെ പ്രൂഫും ഈ നടന്ന ഇൻസിഡൻ്റ് എല്ലാം നമ്മൾ സ്കൂളിന് ഈ പ്രൂഫൊക്കെ വെച്ച് നമ്മളൊരു മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇൻസിഡൻറ്റ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കൂളിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് ഇനി അറിയേണ്ടത് എന്താണ് നമുക്ക് നടന്നത് എന്നുള്ളത്. അവർ നമ്മൾ അയച്ച മെയിലിന് അവരൊരു റിപ്ലൈ തന്നത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, അവർ ഡീറ്റെയിൽസ് എല്ലാം പോലീസിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് അവർ അറിയിച്ച ഒരു അപ്ഡേറ്റ്. വേറൊരു അപ്ഡേറ്റ് അവർ തന്നില്ല. ഇല്ല, അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതായിട്ട് അവൻ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ നടന്ന ഇൻസിഡൻറ്റ് തന്നെ അവൻ നമ്മളറിയില്ല എന്നുള്ളത് അവൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. അത് നമുക്കറിയില്ല. കാരണം അത്രയും വേഴ്സായിട്ടാണ് അവന് റാഗ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് പുറത്തറിയാൻ ആരും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അത് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ എങ്ങനെ അവൻ സ്കൂളിൽ പോകും എന്നുള്ളത് വിചാരിച്ചിട്ടുമായിരിക്കാം. മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അതായത് മാനസിക പ്രശ്നം കുട്ടി പ്രകടിപ്പിച്ചു സ്കൂളിൽ? ഇല്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല. പക്ഷേ അവനൊരു സങ്കടം ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ പഠിച്ച പ്രീവിയസ് സ്കൂളിൽ നിന്ന് അവന് ഷിഫ്റ്റ് ചെയ്തപ്പോഴുള്ള, അതായത് അവൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് പ്രീവിയസ് സ്കൂളിലായിരുന്നു. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോർട്ട്, അതായത് ബാസ്കറ്റ് ബോൾ ടീമിൽ അവനുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ട സങ്കടം അവനുണ്ടായിരുന്നു. അപ്പം അത് അവനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ല. അതായത് ഇവന് ഈ നേരിട്ട റാഗിങ് ആണ് നമ്മൾ ഈ ഫോർത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഈ ചാറ്റിലൂടെയും അവൻ്റെ ക്ലോസ് ഫ്രണ്ട്സിലൂടെയും നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അതായത് ഈ സ്കൂളിലെ ഇൻസിഡൻസ് ഒന്നും അവൻ ഷെയർ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതൊന്നും അവൻ ഷെയർ ചെയ്തിട്ടില്ല. നിങ്ങളുടെ സംശയം എന്ന് പറയുന്നത് ഈ ചാറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണോ, അല്ല അതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും? അല്ല, നമുക്ക് ഇൻസിഡൻറ്റ് നടന്ന് ആ ഒരു ഷോക്കിൽ എന്തുകൊണ്ടാണെന്നുള്ളത് പിന്നീടാണ് നമ്മൾ നോക്കിയത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കാരണം നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻസിഡൻ്റാണ്. നമുക്കെല്ലാവരും വെരി ഷോക്കിംഗ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് ഈ ചാറ്റ് കിട്ടുന്നതും അതിൻ്റെ ബേസിസിൽ അവൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്നുള്ളത് അവൻ്റെ ഫ്രണ്ട്സ് കൺഫേം ചെയ്യുന്നതും. സ്കൂൾ മാറ്റിയതോ എന്തെങ്കിലും രീതി അതാണോ, അല്ല അതിന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് കുഞ്ഞ് പറയുന്നുണ്ട്? അത് അവൻ്റെ പ്രീവിയസ് സ്കൂളിലൊരു ഇൻസിഡൻറ്റ്, അവനൊരു മിസ്കണ്ടക്റ്റ് ഉണ്ടായിട്ട് അവനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു 7 days. ആ 7 days സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ വൈസ് പ്രിൻസിപ്പൾ അത് എക്സ്റ്റെൻഡ് ചെയ്തു. ആ സസ്പെൻഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഐസൊലേറ്റഡ് ആയിട്ട് ഒരു റൂമിൽ അവനെ മാത്രം ഇരുത്തിയിട്ട്, അതായത് ഫുൾ ഡേ അവനെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഇരുത്തിയിട്ടായിരുന്നു. അതവനെ വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, അവനെ വാഷ്റൂം പോകുമ്പം അവൻ്റെ കൂടെ ഒരു ഗാർഡ് ഉണ്ടാവും. അതായത് അവൻ ആരോട് സംസാരിക്കുന്നുണ്ടോ, അവൻ സ്കൂൾ ബസ്സിലേക്ക് പോകുമ്പോൾ ഗാർഡ് ഉണ്ടാവും. അവൻ ഏതെങ്കിലും സ്റ്റുഡൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു കുറ്റവാളിയെ പോലെയാണ് അവൻ ആ സ്കൂളിൽ അവനെ അത് അവിടെ ഉണ്ടായിരുന്ന ഒരു മിസ്കണ്ടക്റ്റ് ആയിരുന്നു. അത് അവിടുത്തെ ഒരു സ്റ്റുഡൻ്റായിട്ടുണ്ടായിരുന്ന ഒരു മിസ്കണ്ടക്റ്റിൻ്റെ പേരിൽ ആ സസ്പെൻഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, അപ്പോളജൈസും ചെയ്തതാണ്. അത് 7 days ആണ് ആ സസ്പെൻഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 2-3 weeks അത് കണ്ടിന്യൂ ചെയ്തു. അത് അവനെ മെൻ്റലി വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചത്. ഈ സ്കൂൾ അധികൃതർ ഇപ്പോഴും നിങ്ങളുടെ മെയിലിന് അല്ലെങ്കിൽ കൃത്യമായി റെസ്പോണ്ട് ചെയ്തിട്ടില്ല? ഇല്ല. അവർ ആകെ തന്ന റിപ്ലൈ ഇതാണ്. അവർ ഡീറ്റെയിൽസ് ഒക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ടെന്നുള്ളതൊരു. നമ്മൾ ഈ ഒരു ഇഷ്യൂ നമ്മൾ റേസ് ചെയ്തതിന് ശേഷം
ഈ സ്കൂളിൽ ഇങ്ങനെ ഇൻസിഡൻറ്റ് നടന്നതായിട്ട് നമുക്ക് പല സൈഡിൽ നമുക്ക് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം തന്നെ ആ സ്കൂളിലുള്ള ടീച്ചേഴ്സിനെ ഇങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവിടുത്തെ സ്റ്റുഡൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കേട്ടു. അതായത് പക്ഷേ അതിപ്പോൾ പുറത്ത് പറയേണ്ട എന്നുള്ള രീതിയിലാണ് അവർ കവർ ചെയ്യാനാണ് അവർ ശ്രമിച്ചതെന്നുള്ളത്. മറ്റു വിദ്യാർത്ഥികൾക്ക് ഇതിന് പരാതിയുണ്ടോ അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും? അതായത് നമ്മളങ്ങനെയാണ് അവിടെ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിങ്ങളിപ്പോൾ നിലവിൽ ഒരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത് എന്താണ്? നമ്മൾ ഇതെന്ത് നടന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതായത് മിഹിറിന് ജസ്റ്റിസ് കിട്ടണം. അതുപോലെ തന്നെ ഇനി മിഹിർ അനുഭവിച്ച പോലെ ഇനിയൊരു കുട്ടി ഇത് അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളിപ്പോൾ DGPക്ക് പരാതി നൽകിയിട്ടുണ്ട്, അതേപോലെ CMOയിലും പരാതി നൽകിയിട്ടുണ്ട്. അതെ. ഷെരീഫ്.